നിങ്ങൾക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമാണോ എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണണം കേട്ടോ. വലിയ ഒരു 3 മിനിറ്റുള്ള വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടായിരിക്കും എൻ്റെ വീഡിയോസ് യൂട്യൂബ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ഇമോജി ആണെങ്കിൽ പോലും ഒരു കമൻറ്റും ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രക്ഷപ്പെടും, എൻ്റെ ചാനലും രക്ഷപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ്സ് ജെറബറയാണ്. ഇതൊരു മജന്ത കളറാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഇതിൻ്റെ സീനിയ, ഇത് സിംഗിൾ പെറ്റൻ്റെ സീനിയായിട്ട് ഒരു 3-4 കളർ ഇതുണ്ട്. പക്ഷെ മഴ പിടിച്ചപ്പോൾ ഫുള്ളും പോയതാണ്. കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുമെങ്കിലും കളർ വ്യത്യാസമുണ്ട് കേട്ടോ. ക്യാമറയിലെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നു. ഇത് പിന്നെ നമ്മൾ പറയണ്ടല്ലോ, സുന്ദരി കോത, ഗോൾഡൻ ഡാലിയ ഇത്. അപ്പോൾ ഇതും ഇങ്ങനെ ബുഷിയായിട്ട് കുറേ നിൽപ്പുണ്ട്. ഈ മഴ പിടിക്കുമ്പോൾ എല്ലാ ചെടികളും തന്നെ നശിച്ചു പോകുന്നൊരു ഇതാണ് നമുക്ക് കണ്ടുവരുന്നത് അല്ലേ. ഇതൊക്കെ നിലത്താണ് നട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളം കയറുന്ന മുറ്റത്തായതുകൊണ്ട് വെള്ളം കയറ്റം നല്ലോണം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡ്, മഞ്ഞ കളറുടെ യെല്ലോ കളറാണ് കേട്ടോ. ഇത് ആ ഒരു ചട്ടി നിറയെ ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നിറയെ ഫ്ലവറും ഉണ്ട്. ഇതിന് മഴയൊന്നും വലിയ പ്രശ്നമല്ലെന്ന് തോന്നുന്നു, കാരണം ഇത് ഒരുപാട് സ്റ്റെമ്മിങ്ങനെ വന്നിട്ട് അതിലെല്ലാത്തിലും തന്നെ പൂക്കളുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഒരുപാട് തൈകളും അതിലുണ്ട് കേട്ടോ. അടുത്തത് ഒരു ആദ്യം കാണിച്ച കളറല്ല കേട്ടോ ഇത്, പക്ഷെ കാണുമ്പോൾ രണ്ടും ഒരേപോലെ. ഇതൊരു ചുമന്ന കളറാണ്. പിന്നെ ഈ ഫ്ലവറിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇത് പണ്ടത്തെ നമ്മുടെ കോഴിവാലൻ ചെടിയുടെ ഒക്കെ പോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, കളറും നല്ല രസമുണ്ട്. പിന്നെ അത് ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ഇനി പേര് എനിക്കറിയത്തില്ല. ഇത് ഞാനൊരു പ്രാവശ്യം മീഷോന്ന് വെച്ചപ്പോൾ ഈ വിത്താണോ എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു, പക്ഷെ അതൊന്നും പിടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് ഈ ഒരു ഫ്ലവറോടുകൂടി ഓർക്കിഡ് ഉണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു ഓർക്കിഡ്. ഇത് ഈ ഓർക്കിഡിനൊക്കെ പല പേരുകളുണ്ടാവുമല്ലോ, പക്ഷെ എനിക്കിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ഒരു കമൻറ്റും ലൈക്കും ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നമ്മുടെ കമ്മൽ ചെടി. പണ്ടൊക്കെ ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്നുണ്ട് കോമൺ ആയിട്ട്, ഇപ്പം എങ്ങും അങ്ങനെ കാണുന്നില്ല ഇത്. അടുത്തതും ഒരു ഓർക്കിഡ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഓർക്കിഡിനൊക്കെ പല പേരുകൾ ഞാൻ ഈ ഓരോ ചാനലും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് നമ്മുടെ മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്നൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പൂവേൻ്റെ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ തന്നെ പല വെറൈറ്റികളും ഉണ്ടല്ലോ. ഇത് നമ്മുടെ മാൻഡിവില്ല റെഡാണ് കേട്ടോ, പക്ഷെ കളറ് കാണുമ്പോൾ റെഡായിട്ട് തോന്നുന്നില്ല, പക്ഷെ ഇത് റെഡ് കളറാണ്. ഇതും ഫ്ലവർ ഉണ്ടായിരുന്നില്ല, അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2-3 സീസൺ റോസ, സാധാ നമ്മുടെ വീടുകളിൽ കാണുന്ന റോസയൊക്കെ ആയിട്ട് ഇത് സാധാ കോമൺ ആയിട്ട് കാണുന്ന റോസകളാണ്. പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഗ്രൗണ്ട് വിങ്ക. ഈ കളറും എല്ലാ കളറും എനിക്ക് ഒരേപോലെയൊക്കെ തോന്നുന്നു, തോന്നാവും. അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊരു ലൈക്കോ കമൻറ്റോ ഇട്ടാൽ മാത്രമേ യൂട്യൂബ് എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും പറയണത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനും അതുപോലെ പറയുക, എൻ്റെ വീഡിയോയെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. നിങ്ങളങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ഇട്ടാലും ഞാനും രക്ഷപ്പെടും, എൻ്റെ ചാനലും രക്ഷപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ.